കോഴിക്കോട് സ്വകാര്യ ബസ് ജീവനക്കാർ യാത്രക്കാരിയെ പെരുവഴിയിൽ ഇറക്കിവിട്ടു. രാത്രിയിൽ തിക്കോടി സ്റ്റോപ്പിൽ നിർത്താതെയാണ് ദേശീയപാതയിൽ ഇറക്കിവിട്ടത്. ദേശീയപാതയിൽ നിന്നും യുവതി ഏണി ഉപയോഗിച്ചാണ് താഴെ ഇറങ്ങിയത്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ ചേരുകയാണ് കോഴിക്കോട്. അരുൺ, ഇതെന്താണ് സംഭവിച്ചത്? അതായത് ഈ സർവീസ് റോഡിലേക്കാണോ ഈ രാത്രിയിൽ ഈ യുവതിക്ക് ഏണി ഉപയോഗിച്ച് താഴെ ഇറങ്ങേണ്ടി വന്നത്? അതേ മനു, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഈ ഒരു സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഒരു ക്രൂരത യുവതിയുടെ മേലുണ്ടായത്. രാത്രിയിൽ ഈ കോഴിക്കോട് ജില്ലയിലെ തിക്കോടി സ്റ്റോപ്പിൽ ആയിരുന്നിരുന്നത് ദേശീയപാതയിലൂടെ പോകാൻ. നമുക്കറിയാലോ, ഇപ്പൊ ഇവിടെ ദേശീയപാത വഴിയാണ് കൂടുതൽ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. ഇതിൽ പ്രത്യേകമായി സ്വകാര്യ ബസ്സുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് സ്റ്റോപ്പുകളിൽ നിർത്തി വേണം ദേശീയപാതയിലൂടെ ഉള്ള സർവീസ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ള നിർദ്ദേശം. ആ നിർദ്ദേശമാണ് ഇപ്പോൾ കൃത്യമായി വലിയ രീതിയിൽ ലംഘിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി സമയമാണ് മനു. 8 മണിക്കാണ് ഈ യുവതിയെ സ്വകാര്യ ബസ് ജീവനക്കാർ ദേശീയപാതയിൽ ഇറക്കി വിട്ടത്. ആ യുവതി, ആ കുട്ടി ജീവനക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് തിക്കോടിയിൽ സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ, അവിടെ സ്റ്റോപ്പിൽ പോകാനുള്ള സമയമില്ല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് എന്നുള്ളതാണ് ആ യുവതിയും ഇവിടെ പ്രതികരണത്തിൽ നിന്നും. ആ വണ്ടിയുടെ പേരെന്താണ് അരുണെ? ആ വണ്ടിയുടെ പേരെന്താണ്? നാട്ടുകാർ അറിയട്ടെ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ, അവരറിയട്ടെ. പേരെന്താണ് ആ വാഹനത്തിന്റെ? അതെ, എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന ഋത്തിക എന്ന് പറയുന്ന സ്വകാര്യ ബസ്സാണ് ഈ ജീവനക്കാരാണ് ഇത്തരത്തിൽ യുവതിയോട് പെരുമാറിയത്. എന്തായാലും 8 മണിയോടെയാണ് തിക്കോടിയിൽ ഈ യുവതി ഇറക്കി വിട്ടത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, വളരെ പൊക്കത്തിലാണ് അവിടെ ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുവതിക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഏണി നാട്ടുകാർ വെച്ചു കൊടുക്കുകയായിരുന്നു. ഈ സർവീസ് റോഡിലുള്ള പണി നടക്കുന്ന ആ ഒരു സർവീസ് റോഡിൽ നിന്നും ഈ ദേശീയപാതയിലേക്ക് ഒരു ഏണി വെച്ച് കൊടുത്തതിനെ തുടർന്ന് യുവതി ആ ഏണിയിൽ കൂടെ വളരെ അപകടകരമായ രീതിയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പോയ രാത്രിയിലാണോ അരുൺ ഈ സംഭവം നടന്നത്? പോയ രാത്രിയിലാണോ? അതെ മനോ, അതെ. കഴിഞ്ഞ ദിവസമാണ് നടന്നതെന്നുള്ളതാണ് നമുക്ക് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസമാണ് നടന്നതെന്ന് ആണ് അങ്ങനെ തന്നെ ആണ് വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 8 മണി, കാരണം നിയമമുണ്ട് രാത്രി ഈ സ്റ്റോപ്പുകളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളോ യുവതികളോ ആണെങ്കിൽ അത് കൃത്യമായി. ഓർത്തു നോക്കി, ഇത് രാത്രി പോട്ടെ, ഇത് ഏത് സമയത്താണെങ്കിലും ഇമാതിരി പരിപാടി കാണിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടി ഏണി വെച്ച് ഈ ഹൈവേയിൽ നിന്ന് താഴെ സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരവസ്ഥ. ഇത് ഇവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഇവിടെ റോഡും സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത്രമേൽ ഇതായി പോയ പ്രൈവറ്റ് ബസ്സുകാർ ഇവിടെ. അതെ, ഇത് ഒന്നാമത്തെ കാര്യം. വളരെ അമിത വേഗത, അപകടകരമായ ഈ ഡ്രൈവിങ്ങിന് പേര് കേട്ടവരാണ് ഈ മലബാർ, കണ്ണൂർ, കോഴിക്കോട് റൂട്ട്. അപ്പൊ ഈ സമയത്തിനകത്ത് ഓടിയെത്തണം എന്നുള്ള ന്യായമൊക്കെയാണ് ഈ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ കൂടെ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇപ്പൊ കൊയിലാണ്ടി, പയ്യോളി പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തീർച്ചയായും ആ സർവീസ് റോഡുകളിലുള്ള സ്റ്റോപ്പുകൾ ഇറക്കി പോകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ലംഘിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മൾ സമയം മാത്രമല്ല, ഒരു പെൺകുട്ടിയെ വളരെ അപകടകരമായ രീതിയിലാണ് ആ ദേശീയപാതയിൽ ആ രാത്രി ഇറക്കി വിട്ടത്. അതുപോലെ വളരെ ഒരു പെരുമാറ്റത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി. വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ എന്നുള്ളതാണ് ആ കുട്ടിയോട് പറഞ്ഞത് എന്നുള്ളതാണ്. അത് അങ്ങനെ ഋതിക ബസ്സുകാരന്റെ വേണ്ട സ്ഥലത്ത് ഇറങ്ങേണ്ടവരല്ല യാത്രക്കാർ. ആ കുട്ടി നിയമ നടപടിയുമായിട്ട് പോകുന്നുണ്ടോ? അതെ, നമ്മൾ ആ ബൈക്കിൽ നിന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്, നാട്ടുകാർ ഈ പയ്യോളി സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കണം, കുട്ടിയെ ഇവിടെ രാത്രി ഇറക്കി വിട്ട് തൊട്ട് ശരിയല്ല, എന്ത് കാര്യമാണ്, എന്ത് നടപടിയാണ് കാണിച്ചതെന്നെല്ലാം വലിയ രീതിയിൽ നാട്ടുകാർ ഈ ഹൈവേയിൽ നിന്ന് കൈകാണിച്ചതുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ ആ ഏണി വെച്ച് കൊടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ അവിടെ ഇറങ്ങാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഈ ദേശീയപാതയിൽ കൂടെ ഏകദേശം കിലോമീറ്ററുകൾ നടന്ന് എക്സിറ്റ് അടിച്ച് തിരിച്ചിറങ്ങി വരേണ്ട ഒരു ഗതികേട് തന്നെയാണ് അരുൺ. ഞാനത് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്, അതൊരു നിസ്സഹായാവസ്ഥ വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന ഋതിക എന്ന് പറയുന്ന ബസ്സിലെ ജീവനക്കാരാണ് ഈ തെമ്മാടിത്തരം കാണിച്ചത്. രാത്രിയിൽ ഒരു പെൺകുട്ടിയെ ദേശീയപാതയിൽ ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. എനിക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ഇറക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ കുട്ടിയെ റോഡിൽ ഇറക്കി വിടുന്നു. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ ഏണി വെച്ച് സർവീസ് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഗതികേട്. ഋതിക എന്ന ബസ്സാണ് ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്, അതിലെ ജീവനക്കാരാണ്. ഇതാ, നമുക്ക് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. കോഴിക്കോട് കണ്ണൂർ കൃതികയാണ് കേട്ടോ. കൃതിക എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. കൃതിക ബസ്, കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ഓടുന്ന കൃതിക ബസ്സാണ്. ഏതായാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ
കണ്ണിൽ ഇത് പെടും എന്ന് പ്രതീക്ഷിക്കാം, നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആരുടെയും സൗകര്യത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരല്ല സ്ത്രീകളെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ആ ബസ്സിലെ ജീവനക്കാരെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചല്ല ഈ നാട്ടിലെ നിയമം